ഏട്ടനും ചേച്ചിമാരും ചേട്ടന്മാരെല്ലാം വന്ന് പോയി. കാനഡയിൽ നിന്നും ബഹറിൽ നിന്നും. ടോപ്പിട്ട് എന്തെല്ലാം കൊണ്ടുവന്നെന്ന് പറയാമോ? എന്തെല്ലാം കൊണ്ടുവന്നേ? ആ ട്രൈപോഡ്, ഇവന് ടോയ്സ് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മാവ. ടോയ്സ് കൊണ്ടുവന്ന്, പിന്നെന്തൊക്കെയാണ് കൊണ്ടുവന്നേ? കുറേ സംഗതികൾ കൊണ്ടുവന്നിട്ടില്ല. ഇവന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങളൊരു ആകെ 15 ദിവസം മക്കൾക്ക് ലീവ് ഉണ്ടായിട്ടുള്ളൂ. 15 ദിവസം ഞങ്ങൾക്ക് 15 നിമിഷം പോലെ പോയി അല്ലേ മാവ. പിന്നെയും അച്ഛനും അമ്മയും ടോമട്ടനും തരിച്ചായി. ഇനി അവരെ വരവും കാത്തിരിക്കുമായിരുന്നു. ഇവനാണെങ്കിൽ എന്നെയൊന്നും വേണ്ട, അവര് മതി. തിരിഞ്ഞു മറിഞ്ഞ് അവരെ കൊള്ളാം. അമ്മ വിളിച്ചാലൊന്നും വരൂല. അമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാകുന്നല്ലേ, അവരെയല്ലേ കാണാത്ത. എന്താ പറയുമ്പോ എന്തിനാ നീ ഇങ്ങനെ കളിക്കുന്നേ? ആ ഇത്ര ദിവസം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. ടൂറിലായിരുന്നു അല്ല മാമ. എവിടെയൊക്കെ നീ വന്നില്ല, ഞങ്ങള് പോയായിരുന്നു ഗുരുവായൂര്, പശ്ചിമക്കടവില്, അങ്ങനെ അധികം അമ്പലങ്ങളിലാണ്. നോക്കി ഇവ കടിക്കുന്ന വേണ്ട. ഇത് ഈ ചെറുക്ക കടിക്കുന്ന വേണ്ട. ചെറുക്കന് നിനക്ക് കളിക്കാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ലേ? നീ ഇവിടെ ഇരിക്കും, അമ്മ എടുത്തുതരാം. ഇത് ചെറുക്കന് പല്ലിൻ്റെ ശൗര്യം ഇതിനോട് തീർക്കാം. എൻ്റെ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, മക്കളടുത്ത് പറയും, അമ്മേനിങ്ങനെ പഠിക്കുന്നുണ്ട്. ചെറുക്കൻ ഭയങ്കര വികൃതിയാണ്. ഇപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ട് ടോപ്പിട്ടിൻ്റെ അടുത്ത് വികൃതി. അയ്യോ അത്രക്ക് വാശിയാണ്. ഇല്ലടാ വിടൂലടാ. എന്തോ എന്നാടാ വീണ അവിടെ കൊണ്ടുരുട്ടിയിട്ട് ചെറുക്കൻ. അവൻ്റെ ഒരു സംഗതി എടുക്കാൻ പാടില്ല ആരും. നീ ഇവിടുന്ന് കളിക്കും, ഞാൻ വരാം. കൊണ്ട ഇവിടെ ഇരിക്കും. കൊണ്ട ഇങ്ങോട്ട് പോണം. അമ്മയ്ക്ക് അവിടെ ഇരുന്നോ. ഇവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. എന്താടാ എൻ്റെ പല്ലിട്ട് ചോരു നല്ലോണമൊന്ന് മാറട്ടെ. മാറി കടിച്ച് ഇതിൽ എനിക്ക് പൊട്ടിക്കാൻ കഴിയടാ. പൊട്ടിക്കല പറഞ്ഞേ. പൊരുത്തം കെട്ടവന് പൊട്ടിക്കട. ഇവനാണ് ഞങ്ങളെല്ലാം. എന്താണെന്ന് വെച്ചാൽ മക്കളെ വരുമ്പോൾ ഇവനുള്ളതാണ് അവർക്കും കൂടെ സമാധാനം. അച്ഛനും അമ്മ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, ടോപ്പോട്ടിനുണ്ടല്ലോ വീട്ടിൽ എല്ലാ കാര്യവും. എന്താണ് ഒരു ചെറിയ ഈ നമ്മുടെ ചുമന്ന ഞണ്ടില്ല, അതിനെ വരെ ഉള്ളിലോട്ട് വിടില്ല. അത്രയ്ക്കും ശ്രദ്ധയാണ് ഞങ്ങളുടെ കാര്യം ഇവനെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഇവന് ഒരു സംഗതിയും അവനോട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. പല നല്ല നല്ല വീഡിയോ എനിക്ക് എടുത്തിടാൻ പറ്റാറില്ല അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല മാമ. അത്രയ്ക്കും സ്മാർട്ടാണ് എൻ്റെ കുട്ടി, അത്രയ്ക്കും നല്ല മോനെ അല്ല മാമ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവനെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും ഇവനെല്ലാ ഫുഡ് കാര്യങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് പോയത്. ഇവന് ഇവിടെ ഒരു വിഷമോ ഇല്ല. വലിയ കൂടാണ്, കൂട്ടിലവൻ കിടക്കൂല, അവനെ തുറന്നു വിടും. പിന്നെ എല്ലാം നോക്കാൻ എനിക്കിവിടെ അച്ഛനും അമ്മയും അനിയത്തി, എൻ്റെ മോൻ അപ്പൂസില്ല, അവനുണ്ട്. അവനെല്ലാ കാര്യവും നോക്കിക്കോളും. പക്ഷേ പുറത്ത് പോകുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയുന്നു, വളർത്തിയിട്ട് റോഡിൽ വിട്ടിട്ട് ആരെയും കാണാൻ പാടില്ല ഭഗവാനെ. കാരണം നല്ല എൻജോയ് ചെയ്ത് പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ഇങ്ങനെ ബെൽറ്റും കൊണ്ട് ആരെയോ കാത്തിരിക്കുന്ന അങ്ങനെ കാണേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അന്ന് മുഴുവൻ എനിക്ക് മൂഡ് ഓഫ് ആയിട്ടുണ്ട്. പല യാത്രകൾ പോകുമ്പോഴും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. ഭഗവാനെ അതിന് നല്ലൊരു സ്ഥലം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വളർത്താനുള്ള ആരോഗ്യമോ ഇതൊന്നും എനിക്കില്ല. പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആരും ദേവി ചെയ്തിട്ട് വളർത്തണ്ട, ആരെയും കൊണ്ടുപോയി വിടല്ലേ മക്കളെ ഒന്നും. കാരണം അവരെ പോലെ നന്ദിയും ഇതുകൊണ്ട് ആരും ലോകത്തില്ല. ഒരു നേരത്തെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്മാരോട് മറന്നു പോകും. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും മറന്നു പോകും. അവരവിടുന്ന് കഴിച്ച് അങ്ങോട്ടൊക്കെ നമ്മൾക്ക് കുറ്റം പറയും. പക്ഷെ ഇവരങ്ങനെയല്ല. ജീവിതകാലം മുഴുവൻ ഒരു നേരത്തെ അന്നം കൊടുത്തവരെ മറക്കാത്ത ജന്മങ്ങളാണ്. ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എന്നും അവർ നമ്മളെ കൂടെ ഉണ്ടാവും.
അവരെ കൊണ്ട് നടക്കണം. കഷ്ടമുണ്ട്, ഇല്ലാന്നല്ല, അവരെ നോക്കാനും എല്ലാം കുറച്ച് കാര്യമുണ്ട്. പക്ഷെ അതും നല്ല അവർ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഇത് ഫുള്ള് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു അരഭാഗമെങ്കിലും നമ്മൾ അവരെ സ്നേഹിക്കണം. എവിടെ പോവാ അമ്മേൻ്റെ തക്കൂടെ എവിടെ പോവാം? നമുക്കൊരു എന്താ രാത്രിയായി തക്കൂട്ടിന് ചോറും മുട്ടയും കൊടുത്ത് അമ്മ ശരി തൊക്കൊടു അമ്മേൻ്റെ തക്കൂട് അവന് നല്ല സ്പ്രേ കൊണ്ടുവന്നു, പൗഡർ അല്ല കളിക്കാൻ കുറേ ടോയ്സ് കൊണ്ടുവന്നിട്ട് എനിക്കത് ഇവൻ അഴുക്കാക്കുന്നതിന് പേടിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടേ ഇല്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണ്. അതുകൊണ്ട് ഇതൊന്ന് കഴിയട്ടെ. എന്നിട്ട് പിന്നെ എടാ നമുക്ക് പരിചയപ്പെടുത്തണ്ട ഒരു ബെൽറ്റ് ഉണ്ട്, അത് ഞാൻ വേറെ രീതിയിൽ പരിചയപ്പെടുത്താം. എന്താ പോയാ അത് സൂപ്പർ നല്ല നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ റിമോട്ട് ബെൽറ്റാണ്, നന്നായിട്ടുണ്ട്. അങ്ങനെ എവിടെ ഇച്ചിരി ദൂരം ഒരു 1.5-2-3 മീറ്ററിൻ്റെ മേലെയോളം ഇവനെ വിടാം നമുക്ക്. അപ്പോൾ അതിൽ ഒരു സ്വിച്ച് ഉണ്ട്, അതിങ്ങനെ കൺട്രോൾ ചെയ്താൽ നമ്മളടുത്ത് വരും, പിന്നെ അയച്ചിടാം. എന്നെ ഇപ്പോൾ അവൻ വലിച്ചു കൊണ്ടുപോകില്ല, അതുകൊണ്ട് മക്കൾ കൊണ്ടു തന്നില്ല. ഇപ്പം വല്ലാണ്ട് ബെൽറ്റ് ആകുമ്പോൾ എന്നെ വലിക്കുമായിരുന്നു, ഞാൻ വീഴുന്നതിന് അവർക്ക് പേടിയാണ്. അപ്പോൾ പറഞ്ഞ അമ്മ നിന്നെടുത്ത് നിന്നിട്ട് ഇതൊന്ന് അമർത്തിയാൽ അവൻ 1-2 കഴിച്ചിട്ട് വന്നോളും. അവൻ പുറത്ത് പോയതുപോലെ ആവുകയും ചെയ്യുമോ. വെളിയിലിറങ്ങിയ ഇവന് ഇച്ചിരി ഒരു സ്വഭാവമുണ്ട്, വലിച്ചോടും അവൻ. അതാണ് ഈ പേടി. എനിക്കും പേടിയാകും, എങ്ങാനും ഈ മഴയത്ത് സ്ലിപ്പായി വിടുന്നെങ്കിൽ എന്നുള്ള പേടി കൊണ്ട് അമ്മയ്ക്ക് ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് ക്ലിയർ ഇല്ല. അല്ല വാവേ, അമ്മയുടെ സൗണ്ട് ക്ലിയർ ഇല്ലല്ലോ. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ, ഞങ്ങളുടെ വീഡിയോനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ വാവേ. ശരി ഓക്കെ കഴിഞ്ഞു, അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു.